പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ ഈശോ മിശിഹായുടെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് നിഷ്കളങ്കതയോടെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുക. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ എളിമപ്പെടുത്തി നിഷ്കളങ്കതയോടെ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് ഉത്തരം തരും. അവിടുന്ന് നമ്മുടെ നിലവിളിക്ക് ഉത്തരം തരും. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ, ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 1 വേഴ്സസ് 1 and 2. ഭൂപാലകരെ, നീതിയെ സ്നേഹിക്കുവിൻ, കളങ്കമന്യേ കർത്താവിനെ കുറിച്ച് ധ്യാനിക്കുവിൻ, നിഷ്കളങ്കതയോടെ അവിടുത്തെ അന്വേഷിക്കുവിൻ. അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു. അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ ശക്തമായ ഒരു അനുഭവം ആഗ്രഹിക്കുന്നവർ, ദൈവത്തിൻ്റെ ശക്തമായ ഒരു ഇടപെടൽ ആഗ്രഹിക്കുന്നവർ അവിടുത്തെ അവിശ്വസിക്കാതെ തന്നെ എളിമപ്പെടുത്തി നിഷ്കളങ്കതയോടെ അവിടുത്തെ അന്വേഷിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, ആലപ്പുഴയിൽ റോജോ എന്നൊരു ദൈവപൈതലിൻ്റെ കുടുംബത്തിലുണ്ടായ ഒരു അനുഭവം. എൻ്റെ പേര് റോജോ എന്നാണ്. എൻ്റെ ജീവിത പങ്കാളിയുടെ പേര് അയോണ എന്നാണ്. ഞങ്ങളുടെ വീട് ആലപ്പുഴ കളരിക്കലാണ്, ഇടവക കാളാത്താണ്. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ദൈവസന്നിധിയിൽ വന്ന് നിൽക്കുന്നത്. എൻ്റെ ജീവിത പങ്കാളി ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഏതാണ്ട് 4 മാസത്തോളമായപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ഓവറിയിൽ 3 മുഴകൾ ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടർ പെട്ടെന്ന് ഞങ്ങളോട് ഇങ്ങനെയാണ് പറയുന്നത്, കുട്ടിയെ അബോർട്ട് ചെയ്ത് കളയണം, ഇല്ലെങ്കിൽ ഈ കുട്ടി വളരുന്നതിൻ്റെ കൂടെ കുഞ്ഞും വളരുന്നതിൻ്റെ കൂടെ ഈ മുഴയും വളരുകയാണ്. അപ്പം ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ജീവിത പങ്കാളി എന്നോട് ഇങ്ങനെ പറഞ്ഞു, ആലപ്പുഴയിൽ അഭിഷേകാഗ്നി ബൈബിൾ കൺവെൻഷൻ നടക്കുകയാണ്, ചേട്ടായി നമുക്ക് 2 പേർക്കും കൂടെ അവിടെ പോയി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് തീർച്ചയായും അങ്ങോട്ട് തന്നെ നേരെ പോകാം. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാതെ ആലപ്പുഴ ലിയോ തിയേറ്റർ ഗ്രൗണ്ടിൽ നടക്കുന്ന അഭിഷേകാഗ്നി ബൈബിൾ കൺവെൻഷനിൽ ആദ്യത്തെ ദിവസം പോയി പ്രാർത്ഥിച്ചു. ഞങ്ങൾ 2 പേരും അച്ഛൻ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറയുന്ന സമയത്ത് 2 പേരും കൂടെ കരങ്ങൾ ചേർത്ത് പിടിച്ച് സ്തുതിച്ച് ആരാധിച്ചു. ആദ്യത്തെ ദിവസം തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. 2-ാമത്തെ ദിവസം ഞങ്ങൾ അഭിഷേകാഗ്നി ബൈബിൾ കൺവെൻഷൻ വന്നപ്പോൾ എൻ്റെ ജീവിത പങ്കാളി എന്നോട് ഇങ്ങനെ പറഞ്ഞു, ചേട്ടായി നമുക്ക് ഏറ്റവും മുന്നിൽ പോയിരിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, കുട്ടികൾ ഉള്ളത് കൊണ്ട് നമുക്ക് മുന്നിൽ പോകേണ്ട, പുറകിലിരുന്നാൽ മതി. അപ്പം അങ്ങനെ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ടുപോയിരുത്തി സേവ്യർ ഖാൻ വട്ടയാലച്ചൻ ദിവ്യകാരുണ്യ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എല്ലാ മക്കളും കരങ്ങൾ ഉയർത്തി ദൈവത്തെ ആരാധിക്കാൻ പറഞ്ഞു. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ആരാധിക്കാൻ പറയുന്ന സമയത്ത് എൻ്റെ ജീവിത പങ്കാളി ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി, കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് എൻ്റെ ജീവിത പങ്കാളിയുടെ കരങ്ങളിലേക്ക് ഞാൻ കയറി പെട്ടെന്ന് അങ്ങ് പിടിച്ച ഉടനെ എൻ്റെ ജീവിത പങ്കാളി എന്നോട് ഇങ്ങനെ പറഞ്ഞു, ചേട്ടായി എൻ്റെ ശിരസിലൂടെ തിളച്ച വെള്ളം അകത്തേക്ക് ഒഴുകി ഇറങ്ങുന്നത് പോലെ ഒരു പൊള്ളുന്ന അനുഭവം എനിക്കുണ്ടായി. വയറിൻ്റെ അവിടെ എത്തിയപ്പോൾ അത് ഭയങ്കരമായിട്ട് തണുക്കാൻ തുടങ്ങി. അപ്പം ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവ് നമ്മളെ സ്പർശിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി.
അടുത്ത സ്കാനിങ്ങിന് ഞങ്ങൾ ചെല്ലുമ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ഓവറിയിൽ ഉണ്ടായിരുന്ന 3 മുഴകളും അപ്രത്യക്ഷമായിരിക്കുകയാണ്. ഇതിൻ്റെ റിപ്പോർട്ടുകൾ കംപ്ലീറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതായത് അതിനുശേഷം 4 പ്രാവശ്യം ഞങ്ങൾ സ്കാൻ ചെയ്ത് നോക്കി. 4 സ്കാനിങ്ങിലും മുഴ അപ്രത്യക്ഷമായിരിക്കുകയാണ്. എല്ലാ റിപ്പോർട്ടുകളും ഇവിടെ കൊണ്ടുവന്നിട്ട് സ്കാനിങ് റിപ്പോർട്ടുകൾ. ആദ്യത്തെ സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞിരിക്കുന്നതാണ് കുഞ്ഞ് വളരണോടൊപ്പം തന്നെ കുഞ്ഞിൻ്റെ അത്രയും വലുപ്പമുള്ള 3 മുഴകളും ഗർഭപാത്രത്തിലുണ്ട് എന്നാണ് സ്കാനിങ്ങിൽ കണ്ടത്. അത് ഇവരോട് പറഞ്ഞത് ഈ കുഞ്ഞ് വളരുന്നതൊപ്പം തന്നെ 3 മുഴകളും ഗർഭപാത്രത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് അപകടമാണ്, എത്രയും പെട്ടെന്ന് അടുത്ത നടപടി എടുക്കണമെന്ന് പറഞ്ഞു. ഇവർ അന്ന് പുറത്തേക്ക് വന്ന വരവ് മനസ്സ് ചത്ത പോലെയാണ് വരണം. അപ്പോഴാണ് ഭാര്യ പറഞ്ഞത്, ചേട്ടാ നമുക്ക് ആലപ്പുഴ അഭിഷേകം നടക്കുകയാണ്, ഇനി വെള്ളം വേണ്ട കഞ്ഞിയും വേണ്ട നമുക്ക് വീട്ടിലും പോകണ്ട, നമുക്ക് നേരെ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ തന്നെ അതേപടി നേരെ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് വന്ന് ആലപ്പുഴ അഭിഷേകത്തിന് കൺവെൻഷൻ ഇവർ കൂടി. ഒരു ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ആദ്യ ദിവസം വന്നപ്പോഴത്തേന് കുറേ പുറകിലേക്കാണ് സീറ്റ് കിട്ടിയത്. അപ്പോൾ എന്ത് ചെയ്തു, പിറ്റേ ദിവസം ഇവർ വന്ന് നേരെ വന്ന് ഏറ്റവും ഫ്രണ്ട് വന്നിരുന്നു. അതാണ് കൺവെൻഷന് കൂടുന്ന സമയത്ത് ശരിക്കും കൂടണം. നല്ല ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അന്ന് ഇവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഇവരുടെ ശരീരത്തിലേക്ക് ദൈവശക്തി ആവസിക്കുന്ന അനുഭവം ഉണ്ടായി. പിന്നെ സ്കാനിങ് ചെയ്ത് നോക്കിയപ്പോൾ സ്കാനിങ്ങിൽ പറയാണ് ഗർഭപാത്രത്തിൽ മുഴയില്ല, കുട്ടി സുരക്ഷിതമാണ്. ആ കുട്ടിയുമായിട്ടാണ് ഇന്ന് ഈ കയ്യിരിക്കുന്ന കുട്ടിയല്ലേ, ആ കുട്ടിയായിട്ട് ഇന്ന് ഇവർ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ വന്ന് ഈശോയെ ഭാഗത്ത് വരുന്നതാണ്. കുട്ടിക്ക് സന്തോഷം കണ്ട കുട്ടിയെ എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി നന്നായി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. വെള്ളക്കുതിരാമേലെ വരുന്നവനെ നല്ല താളത്തിൽ നമുക്ക് ആരാധിച്ചിടാം. വെള്ളക്കുതിരാമേലെ വരുന്നവനെ കരങ്ങൾ ഉയർത്തി നന്നായി കൈയടിച്ച് നമുക്ക് ആരാധിച്ചിടാം. അവന്റെ മിഴി തീനാളങ്ങൾ തീനാളങ്ങളെ നമുക്ക് ഏറ്റുവാങ്ങിടാം. അവന്റെ മിഴി തീനാളങ്ങൾ തീനാളങ്ങളെ നമുക്ക് ഏറ്റുവാങ്ങിടാം. തീനാളങ്ങളെ നമുക്ക് ഏറ്റുവാങ്ങിടാം. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എഴുന്നേറ്റ് നിന്ന് നല്ല എളിമയോടും വലിയ വിശ്വാസത്തോടും നിഷ്കളങ്കതയോടും കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുടുംബം അവർ ഹൃദയം തുറന്ന് എളിമപ്പെട്ട് എൻ്റെ കർത്താവെ അങ്ങ് ഇടപെടണം ആഗ്രഹിച്ച് ശക്തമായി പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ അന്ന് തന്നെ കർത്താവിൻ്റെ അനുഭവം ഉണ്ടായി. 2 കരങ്ങൾ ശക്തമായിട്ട് ഉയർത്തിപ്പിടിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം. ഒരു ചടങ്ങ് പോലെയല്ല, എല്ലാ ഞായറാഴ്ചയുള്ള ഒരു പതിവ് പോലെയല്ല, അതിനേക്കാൾ ഉപരി ആത്മാർത്ഥതയോടെ വലിയ സ്നേഹത്തോടെ 2 കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ രാജാവേ, ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ നിറയ്ക്കണമേ, ഉണർവ് നൽകണമേ, എളിമ തരണമേ, സ്നേഹം തരണമേ, എൻ്റെ മന്ദത മാറ്റണമേ, മരവിപ്പ് മാറ്റണമേ, അവിശ്വാസം മാറ്റണമേ, ദൈവത്തെ ആരാധിക്കാൻ കൃപ തരണമേ. ഓ ദൈവത്തിന്റെ അത്ഭുത ശക്തി പരിശുദ്ധാത്മാവേ, ഉന്നതങ്ങളുടെ ആത്മാവേ, ഇപ്പോൾ അതിശക്തമായി വ്യാപരിക്കണമേ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. Holy Spirit, Holy Spirit. വലിയ ആഗ്രഹത്തോടെ fire anointing. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. സഭയിൽ നിറഞ്ഞതുപോ ഇന്നീ സഭയിൽ നിറയണമേ. ഹൃദയങ്ങൾ നീക്കണമേ, ഹൃദയങ്ങൾ നൽകണമേ. ആദിമസഭയിൽ നിറഞ്ഞതുപോ ഇന്നീ സഭയിൽ നിറയണമേ. ഹൃദയങ്ങൾ നീക്കണമേ, ഹൃദയങ്ങൾ നൽകണമേ. പരിശുദ്ധാത്മാവേ, കരങ്ങൾ ഉയർത്തി
പരിശുദ്ധാത്മാവേ, എല്ലാ ദൈവമക്കളും കൈയടിച്ച് ഒരു ധ്യാന കേന്ദ്രത്തിൽ കർത്താവിനെ ആരാധിക്കുന്ന കൂട്ടായ്മയോട് ചേർന്ന് ചെയ്യുന്നത് പോലെ കൂട്ടായ്മയിൽ ആരാധിക്കുക, കൈയടിച്ച് ആരാധിക്കുന്നു, പാട്ടുപാടി ആരാധിക്കുന്നു. അനോയിന്റിംഗ്, ശക്തമായ അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കുന്നു. എലീശായിൽ പകർന്നതുപോ ദാനിയേലിൽ നിറഞ്ഞതുപോ ലോകജനതകളിൽ ആത്മാവിനെ പകരണമേ. എലീശായിൽ പകർന്നതുപോ ദാനിയേലിൽ നിറഞ്ഞതുപോ ലോകജനതകളിൽ നിന്നാത്മാവിനെ പകരണം. കൈകൾ ഉയർത്തി കൈയടിച്ച് രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ കർത്താവിനെ ആരാധിക്കുന്നു. അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവേ, ഹൃദയങ്ങളെ ഉണർത്തണമേ പരിശുദ്ധാത്മാവേ, തീ പകരണമേ പരിശുദ്ധാത്മാവേ, അഗ്നി പകരണമേ പരിശുദ്ധാത്മാവേ, അഗ്നിയാൽ കത്തി ജ്വലിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ. തണുത്തിരിക്കുന്ന ഹൃദയങ്ങൾ ഉണരട്ടെ, ജീവിതങ്ങൾ ഉണരട്ടെ, മന്ദത മാറി അത്ഭുതകരമായ ജ്വലനം, അഭിഷേക ശക്തി. പരിശുദ്ധാത്മാവേ, സകല ഹൃദയങ്ങളെയും ഈ നിമിഷം സ്പർശിക്കണമേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് ഇരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവരാജ്യത്തിൻ്റെ അത്ഭുതകരമായ രഹസ്യങ്ങൾ, മിസ്റ്ററീസ് ദൈവവചനത്തിലൂടെയാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവാണ് നമുക്കത് വ്യാഖ്യാനിച്ചു തരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും പങ്കുവെക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് പ്രേരണ തരുന്നത്. ഒന്ന്, പ്രാർത്ഥിക്കുമ്പോൾ നിഷ്കളങ്കതയോടെ പ്രാർത്ഥിക്കണം. രണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എളിമപ്പെടുത്തി കർത്താവിന് മുമ്പിൽ തന്നെ താഴ്ത്തി താഴ്മയോടെ ദൈവ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഉച്ചത്തിൽ പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ പറഞ്ഞ ആ അനുഭവത്തിൽ തന്നെ ശ്രദ്ധിച്ചു നോക്കിക്കേ. ആദ്യത്തെ ദിവസം അവർ കൺവെൻഷന് വന്നു. സാധാരണ പോലെ പുറകിൽ നിന്നു അവർ കരഞ്ഞ് പ്രാർത്ഥിച്ചു, പല വിധത്തിൽ ശക്തമായി പ്രാർത്ഥിച്ചു. പക്ഷേ ആദ്യത്തെ ദിവസം ഒരു അനുഭവം ഉണ്ടായില്ല. ഉദരത്തിൽ കുഞ്ഞ് വളരുന്നതോടൊപ്പം കുഞ്ഞിൻ്റെ അത്രയും വലിപ്പമുള്ള 3 മുഴകളാണ് ഗർഭപാത്രത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. ആ വേദനയോടുകൂടിയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് എരിവുണ്ടായിരുന്നു, പക്ഷേ ദൈവത്തിൻ്റെ ഒരു അത്ഭുതം കാണാൻ ആദ്യത്തെ ദിവസം അവർക്ക് കഴിഞ്ഞില്ല. അവർ വീട്ടിൽ പോയി. പിന്നെ അവർ ചിന്തിച്ചു. പിറ്റേ ദിവസം വന്നു. അപ്പോൾ അവരിൽ ആ സഹോദരി പറഞ്ഞു, നമുക്ക് ഏറ്റവും മുമ്പിൽ പോയി എളിമപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, മുമ്പിൽ കുട്ടികളൊക്കെ അല്ലേ അവിടെ, ഇപ്പോൾ നമ്മൾ കല്യാണം കഴിച്ചവരൊക്കെ അവിടെ പോയിരിക്കണം എങ്ങനെയാണ്? ആ സഹോദരി പറഞ്ഞു, അല്ല, നമുക്ക് അവിടെ പോകണം. അങ്ങനെ ഭർത്താവിൻ്റെ കൈക്ക് പിടിച്ച് രണ്ടുപേരും കൂടെ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഏറ്റവും ഫ്രണ്ടിൽ ആ കുട്ടികളൊക്കെ ഇരിക്കുന്ന ഭാഗത്ത് അവർ വന്നിരുന്നു. അങ്ങനെ ഇരിക്കണമെങ്കിൽ കുറച്ച് എളിമ വേണം. ഒരു പ്രത്യേക തരത്തിൽ തന്നെ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു അടയാളമാണത്, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മുൻനിരയിലേക്ക് വരിക എന്നുള്ളത്. അങ്ങനെ ഏറ്റവും മുൻവശത്ത് വന്ന് രണ്ടുപേരും കൂടെ കൈകൾ കോർത്ത് പിടിച്ച് മറ്റുള്ളവർ എന്ത് പറയുന്നു, മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാതെ ഹൃദയം ദൈവത്തിൽ മാത്രം ഉറപ്പിച്ച്, അതാണ് നിഷ്കളങ്കതയോടെ കർത്താവിൻ്റെ സന്നിധിയിലുള്ള പ്രാർത്ഥന, തന്നെ എളിമപ്പെടുത്തിയുള്ള പ്രാർത്ഥന.
കരഞ്ഞ് കർത്താവേ എന്ന് നിലവിളിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ടായി. ജോബിൻ്റെ പുസ്തകത്തിൽ 8-ാം അധ്യായം 20-ാമത്തെ വാക്യം അവിടെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? നിഷ്കളങ്കനെ ദൈവം ഉപേക്ഷിക്കുകയില്ല. നിഷ്കളങ്കനെ ദൈവം ഉപേക്ഷിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു സത്യമാണ്. നാം കർത്താവിൻ്റെ സന്നിധി നിഷ്കളങ്കതയോടെ പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഉത്തരവുണ്ട്. ആ കുടുംബത്തിൻ്റെ അനുഭവത്തിലൂടെ ഇന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു പാഠമാണത്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നമ്മളെ തന്നെ താഴ്ത്തി താഴ്മയോടെ കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കണം. അതാണ് നമ്മൾ കസേരന്ന് കറങ്ങി നിലത്തിരിക്കുക, അല്ലെങ്കിൽ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുക, അല്ലെങ്കിൽ 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുക. കുരിശിൻ്റെ വഴി ചൊല്ലി എളിമപ്പെട്ട് മുട്ടുമേൽ നീന്തി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു കുടുംബം. ആ കുടുംബത്തിലൊരു കുട്ടിക്ക് എത്ര ചികിത്സിച്ചിട്ട് മാറിപ്പോകാത്ത അതികഠിനമായ ശാരീരിക പീഡകൾ. അവർ ആ കുടുംബം വലഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ യൂട്യൂബിൽ അഭിഷേകത്തിലൂടെ ഒരു കാര്യം കേട്ടു. തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുക, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുക, പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക, കുരിശിൻ്റെ വഴി ചൊല്ലി വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന ചെയ്ത് 33 ദിവസം തികയേണ്ടി വന്നില്ല. ആ കുടുംബത്തിൽ കർത്താവ് അത്ഭുതം ചെയ്ത കാര്യം അവർ വെളിപ്പെടുത്തുകയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് ശക്തിയുണ്ട്. എൻ്റെ പേര് ഷിമിയ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ആഴിക്കോട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ മകൾക്ക് സാക്ഷ്യം പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവൾക്ക് 1.5 വയസ്സുള്ളപ്പോൾ തുടങ്ങിയ അലർജി രോഗമാണ്. ഏകദേശം 4.5 വർഷത്തോളമായി അലർജി രോഗം തുടങ്ങിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഈ മരുന്നിന് പോകും. ഡോക്ടറിനെ കാണിക്കുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ 5000 കൗണ്ട് വേണ്ടെടുത്ത് 23,000 24,000 കൗണ്ട് വരെ കൂടുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ എപ്പോഴും ഹോസ്പിറ്റലിൽ കിടത്തുകയും ആകെ വിഷമാവസ്ഥയിലാവുകയും ചെയ്തു. അപ്പോൾ എൻ്റെ അമ്മയാണ് പറഞ്ഞത്, അഭിഷേകാഗ്നി 8:30 ശാലോം ടെലിവിഷനിലുണ്ട്, അത് കണ്ട് കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ 8:30 അഭിഷേകാഗ്നി TV യിൽ കാണുകയും കൂടാതെ 2017 ഫെബ്രുവരിയിൽ ഇവിടെ വരികയും അച്ഛനെ കൊണ്ട് കുഞ്ഞിൻ്റെ തലക്ക് പിടിപ്പിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ സേവ്യർ അച്ഛൻ പറഞ്ഞു അത് സൗഖ്യപ്പെടുമെന്ന്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്ത് അഭിഷേകാഗ്നി ഒരുപാട് എപ്പിസോഡുകൾ ഒരു ദിവസം കാണുമായിരുന്നു. അപ്പോൾ ഒരു എപ്പിസോഡിൽ വെളുപ്പിന് 3 മണിക്ക് കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ച് നിയോഗം വെച്ചാൽ അത് വലിയ അത്ഭുതമാണെന്നും, അപ്പോൾ അതെൻ്റെ മനസ്സിനെ വളരെയധികം ഒരു ശക്തി കിട്ടി. അങ്ങനെ ഞാൻ കുഞ്ഞിനെ സമർപ്പിച്ച് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കുരിശിൻ്റെ വഴി ചൊല്ലി 1 മാസം 3 മണിക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. 1 മാസത്തിന് ശേഷം കുഞ്ഞിന് ഒരു ഭക്ഷണങ്ങളും കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ഡോക്ടർ പറഞ്ഞ കുഞ്ഞിന് ഇപ്പോൾ 1 വർഷവും 2 മാസവുമായി എല്ലാ ഭക്ഷണ സാധനങ്ങളും കഴിക്കാം. കുഞ്ഞിനെ ഒരു കുഴപ്പവുമില്ല. ഹല്ലേലൂയ. ഇവർ ചെയ്തേ ഉള്ളൂ. എല്ലാ ദിവസവും പ്രത്യേകിച്ച് ഞായറാഴ്ചയായിരുന്നു അഭിഷേകാഗ്നി. അത് 8:30 കണ്ടു. മാത്രമല്ല അതിനുശേഷം പിന്നെ യൂട്യൂബിൽ കയറി എല്ലാ ദിവസവും ഇത് ഡൗൺലോഡ് ചെയ്ത് വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിട്ട് ഒരു ദിവസം ഇവിടെ വന്ന് അച്ഛനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ശിരസിൽ കൈവച്ച് ആ കുട്ടിയുടെ ശിരസിൽ കൈവച്ച് വട്ടാലിച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു വിട്ടു. എന്നിട്ട് ഇവർ വീണ്ടും പ്രാർത്ഥന കയറി. അപ്പോഴാണ് ഒരു അഭിഷേകാഗ്നിയിൽ ഒരു എപ്പിസോഡിനകത്ത് ഇങ്ങനെ പറയാണ്, എല്ലാ ദിവസവും രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കണം? 3 മണിക്ക്. നല്ല ഉറക്കുന്ന സമയമാണ്. അപ്പോൾ എഴുന്നേറ്റ് നിയോഗം വെച്ചങ്ങ് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഏത് കാര്യവും സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ പ്രാർത്ഥിച്ചു. പിന്നെ ചെന്ന് നോക്കുമ്പോൾ 1 വർഷമായിട്ട് മരുന്ന് ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല കുട്ടിക്ക്. ആ പ്രാർത്ഥന 1 മാസം കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ 1 വർഷമായി കുട്ടി എല്ലാം ജലദോഷം പോലും ഇതുവരെ വന്നിട്ടില്ല. ഒരു ജലദോഷം, ഒരു തുമ്മൽ പോലും കൊച്ചിനുണ്ടായിട്ടില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കുടുംബത്തിൻ്റെ ഈ ഒരു അനുഭവത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്കൊരു പാഠം തരുന്നുണ്ട്. എളിമപ്പെട്ട് തന്നെ താഴ്ത്തി യേശുവിൻ്റെ പീഡാനുഭവങ്ങളെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക. അത് വളരെ ശക്തിയുള്ളൊരു പ്രാർത്ഥനയാണ്. ഒരു 33 ദിവസം തേക്കേണ്ടി വന്നില്ല. അതിനു മുമ്പ് തന്നെ ആ കുട്ടിയുടെ നിരവധി വർഷങ്ങളായുള്ള ആ ഒരു ശാരീരിക ക്ലേശം ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. സൗഖ്യമുണ്ടായി. കർത്താവിൻ്റെ സൗഖ്യം ശരീരത്തിൽ നിറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം
നെഹമ്യ പ്രയറിലൂടെ കടന്നു പോകുന്നൊരു കാലമാണ്. 2018 ഒക്ടോബർ 15 മുതൽ 2019 ഒക്ടോബർ 15 വരെ നാം തിരുസഭയുടെ ഓരോ മക്കളും വഴി വന്ന തെറ്റുകുറ്റങ്ങൾക്കെല്ലാം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി, അത് ലക്ഷോപലക്ഷം ആളുകൾ ഒരുമിച്ച് ചെയ്യണം. അതിന് വിലയുണ്ട്. യൂദത്തിൻ്റെ പുസ്തകത്തിൽ 9-ാം അധ്യായം അതിൽ 1-ാമത്തെ വാക്യം തന്നെ താഴ്ത്തിയുള്ള ഒരു പ്രാർത്ഥന. യൂദത്തിൻ്റെ ആ കാലഘട്ടത്തിൽ വളരെ വലിയൊരു പ്രതികൂലം ദൈവത്തിൻ്റെ ജനത്തിന് നേരിട്ടു. ദൈവത്തിൻ്റെ ജനത്തിന് വലിയ പ്രതികൂലം നേരിട്ട് അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ യൂദത്ത് ഒരു ദൗത്യം നിർവഹിക്കാൻ പോവുകയാണ്. യൂദത്ത് ആ ദൗത്യം നിർവഹിക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ രീതിയാണ് യൂദത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലുള്ളത്. ബുക്ക് ഓഫ് യൂദിത്ത് ചാപ്റ്റർ 9 വേഴ്സ് 1. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അനന്തരം യൂദിത്ത് സാഷ്ടാംഗം വീണു, തലയിൽ ചാരം പൂശി, ധരിച്ചിരുന്ന ചാക്ക് വസ്ത്രം അനാവരണം ചെയ്ത് ജെറുസലേം ദേവാലയത്തിൽ സായാഹ്ന ധൂപാർപ്പണത്തിൻ്റെ സമയത്ത് കർത്താവിനോട് ഉച്ചത്തിൽ നിലവിളിച്ചു. ചാക്കെടുത്ത് ചാരം പൂശി എളിമപ്പെടുത്തി തറയിലിരുന്ന് കർത്താവിനോട് ഉച്ചത്തിൽ നിലവിളിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നിലവിളിക്ക് അതിശക്തമായ വിധം ദൈവ സാന്നിധ്യത്തിൻ്റെ ദൈവിക ഇടപെടലിൻ്റെ മറുപടി ഉണ്ടായി. ജനത്തെ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് ഉയർത്താൻ ദൈവം ഇടപെട്ടു. ജനത്തിൻ്റെ കുറവുകൾ ദൈവം കഴുകിക്കളഞ്ഞു. ദൈവം ജനത്തെ വിശുദ്ധീകരിച്ചു. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. യോനയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 5ഉം 6ഉം തിരുലിഖിതങ്ങൾ ഇത് തന്നെ കാണുന്നുണ്ട്. യോന ഒരു പ്രദേശം മുഴുവനും, ഒരു പട്ടണം മുഴുവനും, ഒരു രാജ്യം മുഴുവനും തിന്മയിൽ പൂണ്ടുപോയി. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ ആ പട്ടണത്തിൻ്റെ മേൽ ദൈവകോപത്തിൻ്റെ നടപടികളുണ്ടായി. ആ പട്ടണം മുഴുവനും നശിപ്പിക്കപ്പെടാൻ ദൈവം തീരുമാനിച്ചു. ആ പട്ടണം മുഴുവനും നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചു. അപ്പോൾ നിനവയിലേക്ക് ദൈവം തൻ്റെ പ്രവാചകനായ യോനായെ അയക്കുകയാണ്. ആ യോന നിനവയിലേക്ക് ചെന്നു. ദൈവത്തിൻ്റെ ദൂത് ചെറിയ വിധത്തിൽ പറഞ്ഞു, നിങ്ങൾ എളിമപ്പെടണം, നിങ്ങൾ പ്രാർത്ഥിക്കണം, ചെറിയ വിധത്തിലൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ജനം അതെങ്ങനെ സ്വീകരിച്ചു എന്നാണ് 3-ാം അധ്യായം 5ഉം 6ഉം വാക്യങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുന്നത്. നിനവയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. എല്ലാവരും, വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കൊടുത്തു. ഈ വാർത്ത നിനവെ രാജാവ് കേട്ടു. അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കൊടുത്ത് ചാരത്തിൽ ഇരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ വലിയൊരു ചേഞ്ച്. അവർ ആ ആഹ്വാനം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി. അവർ ചാക്കൊടുത്തു, അവർ ഉപവാസം പ്രഖ്യാപിച്ചു, അവർ ചാരത്തിലിരുന്നു. ഇതെല്ലാം തന്നെ എളിമപ്പെടുത്ത്, തന്നെ താഴ്ത്തി താഴ്മയോടെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ചില രീതികളാണ്. ഹൃദയത്തിൻ്റെ ചില ഡിസ്പോസിഷൻ അത് വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരൻ, അങ്ങനെ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലം എന്തുണ്ടായത്? ആ പട്ടണത്തിൻ്റെ മേൽ വരാനിരുന്ന മഹാവിപത്തുകൾ നീങ്ങിപ്പോയി. ഏതാണ്ട് 1 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ ആ പട്ടണത്തിൻ്റെ മേൽ തകർച്ച വരുന്നത്. അതായത് ഈ പ്രാർത്ഥനയ്ക്ക് അത്രമാത്രം ശക്തിയുണ്ട്. ആ പട്ടണത്തിന് മേൽ നിബന്ധിക്കാനിരുന്ന മഹാവിപത്ത് ഇവരുടെ ഈ പ്രാർത്ഥന വഴി നീങ്ങിപ്പോയി. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 നൂറ്റാണ്ട് ആ പട്ടണം സംരക്ഷിക്കപ്പെട്ടു. അതിനുശേഷം 140 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ തകർച്ച ആ പട്ടണത്തെ സമീപിക്കുന്നത്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. തിരുസഭയുടെ ഈ ഒരു ഞെരുക്കത്തിൽ, പ്രത്യേകിച്ച് കേരള സഭയുടെ ഈ ഒരു ഞെരുക്കത്തിൽ, ഈ തുടർന്ന് വരുന്ന കാലങ്ങൾ KST അടുത്ത ഡിസംബർ വരെ ത്യാഗത്തിൻ്റെയും പ്രാർത്ഥനയുടെ ദിനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ പന്തക്കുസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്നത് എത്രമാത്രം ത്യാഗം സഹിച്ച് ഒരുങ്ങാമോ അത്രമാത്രം ഈ 2019 പന്തക്കുസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങണം. അത് നമ്മളൊരു നിശ്ചിത സമയത്തിന് വെക്കണ്ട, സാധിക്കുന്നിടത്തോളം നമ്മൾ ത്യാഗങ്ങൾ തിരുസഭയ്ക്ക് വേണ്ടി സഹിക്കണം. 2 കരങ്ങൾ ഉയർത്തി ഒരു തീരുമാനം എടുക്കുക. യെസ് ലോർഡ്, ഞാനുണ്ട് കർത്താവേ, തിരുസഭയ്ക്ക് വേണ്ടി സഹിച്ച് പ്രാർത്ഥിക്കാൻ, തിരുസഭയ്ക്ക് വേണ്ടി എളിമപ്പെട്ട് പ്രാർത്ഥിക്കാൻ ഇതാ ഞങ്ങൾ കരങ്ങൾ ഉയർത്തിയിരിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തി മക്കളെ, ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഒരുമിച്ച് കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി ദൈവസന്നിധി എളിമപ്പെടണം. ചില
തീരുമാനങ്ങൾ ഇന്ന് എടുക്കണം. ഞാൻ ഇന്ന പ്രാർത്ഥനകൾ സഭയ്ക്ക് വേണ്ടി ചെയ്യും, ഞാൻ ഇന്ന പ്രാർത്ഥനകൾ സഭയ്ക്ക്, ഇന്ന ത്യാഗങ്ങൾ സഭയ്ക്ക് വേണ്ടി ചെയ്യും, ഞാൻ ഇന്ന പരിഹാരങ്ങൾ ചെയ്യും, ഞാൻ ഇന്ന വിധത്തിൽ എന്നെ തന്നെ എളിമപ്പെടുത്തും. അങ്ങനെ ധാരാളം വിധത്തിൽ പ്രാർത്ഥിക്കാൻ സാധിക്കും. ചിലർക്ക് 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നവരുണ്ട്, അവർ സഭയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്യണം. ചിലർക്ക് ഉപവാസം എടുക്കാൻ ആരോഗ്യമുള്ളവരുണ്ട്, ചിലർക്ക് ഉപവാസം എടുക്കാൻ പറ്റുന്നവർ വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയൊക്കെ സഭയ്ക്ക് വേണ്ടി ഉപവാസം എടുക്കണം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ആരാധന, 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 ആരാധന. യെസ് ലോർഡ്, യെസ് ലോർഡ്, യെസ് ലോർഡ്. ഇതാ ഞാൻ എന്നെ അയക്കണമേ കർത്താവേ. ഞാൻ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളും, ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ ത്യാഗം ചെയ്യും, ഞാൻ കർത്താവിനോട് ചേരും, ഞാൻ കർത്താവിന്റെ സഭയോട് ചേരും, ഞാൻ ഇതാ അണിചേരുന്നു കർത്താവേ. ജനകീയ പ്രാർത്ഥനയോട് ഞാൻ ഇതാ ചേരുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രൈസ് ദി ലോർഡ്, Praise the Lord. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് വളരെ തീഷ്ണതയോടെ ഈ സമയം പ്രാർത്ഥിക്കാം. ലോകത്തിൽ നാനാരാജ്യങ്ങളിൽ നിന്ന് ലക്ഷോപലക്ഷം കുടുംബങ്ങൾ, ലക്ഷോപലക്ഷം ദൈവമക്കൾ, വൈദികർ, സിസ്റ്റേഴ്സ്, ശുശ്രൂഷകർ, സമർപ്പിതർ, അനേകം വൈദിക വിദ്യാർത്ഥികൾ, ഒരുപാട് പേര് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈ സമയം കർത്താവിൻ്റെ സഭയിലേക്ക് അത്ഭുതകരമായൊരു ശക്തി ഇപ്പോൾ ആവസിക്കട്ടെ. പ്രാർത്ഥനയുടെയും പരിഹാരത്തിൻ്റെയും ആത്മാവേ എഴുന്നള്ളി വരണമേ. ഇപ്പോൾ ഞങ്ങളുടെ മേൽ നിറയണമേ. സഭയ്ക്ക് വേണ്ടി അണിചേരാൻ, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ, മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാൻ, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ ഉണർവിൻ്റെ ആത്മാവേ ഇപ്പോൾ വ്യാപരിക്കണമേ. 2 കരങ്ങൾ ഉയർത്തി സകല ദൈവമക്കളും ഒരുമിച്ച് ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ജ്വലിപ്പിക്കണേ കൈകൾ ഉയർത്തി. ആത്മാവേ, അഗ്നിയിറക്കണമേ, വചനത്തിൻ തീക്കനലാ വീണ്ടും ജ്വലിപ്പിക്കണേ. ജനതകളകിലം ഉണരട്ടെ, യേശുവിനായി അണിചേരട്ടെ. ക്രിസ്തുവിൻ സഭയുടെ ഉപ്പായി മാറാം, ആത്മാവിനാലുറക്കൂട്ടണമേ. കൈകൾ ഉയർത്തി. പരിശുദ്ധാത്മാവേ, ഇറക്കണമേ, വചനത്തിൻ തീക്കനലാ വീണ്ടും ജ്വലിപ്പിക്കണേ, വീണ്ടും ജ്വലിപ്പിക്കണേ, വീണ്ടും ജ്വലിപ്പിക്കണേ. 2 കരങ്ങൾ ഉയർത്തി ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുന്ന ഈ സമയത്ത് ഹൃദയം നുറുങ്ങി ഉച്ചത്തിൽ നിലവിളിക്കുന്നു. യേശുവേ, പരിശുദ്ധാത്മാവേ ഇപ്പോൾ വ്യാപരിക്കണമേ. ആത്മാവേ, ആത്മാവേ, ഹൃദയങ്ങളെ ഉണർത്തണമേ, കുടുംബങ്ങളെ ഉണർത്തണമേ. ഗ്ലോറി, 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 ഗ്ലോറി. കൊടുങ്കാറ്റടിക്കും ആരവത്തോടെ, അഗ്നിനാവുകൾ തൻ രൂപത്തോടെ, ഭൂമിയിളകും അഭിഷേക ശക്തിയായി, ഭൂമിയിളകും അഭിഷേക ശക്തിയായി. റൂഹായേ വേഗം ആഗതനാകണമേ,